നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊതുഗതാഗത ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ഫോണിൽ ഉറക്കെ പാട്ട് വെക്കുന്നതിനും സ്പീക്കറിൽ റീൽസുകളും വീഡിയോകളും കാണുന്നതിന് വിലക്കുമായി തമിഴ്നാട് സർക്കാർ. സഹയാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഫോൺ സ്പീക്കറുകൾ ഉപയോഗിക്കുന്നവരിൽ നിന്ന് 500 രൂപ മുതൽ 1000 രൂപ വരെ പിഴ ഈടാക്കും. തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് കീഴിലുള്ള MTC, SETC ഉൾപ്പെടെ 20,000-ഓളം സർക്കാർ ബസ്സുകളിലാണ് പുതിയ നിർദ്ദേശം കർശനമായി നടപ്പാക്കാൻ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യാത്രക്കാരെ ബോധവൽക്കരിക്കുന്നതിനായി എല്ലാ ബസ്സുകളിലും പ്രത്യേക അറിയിപ്പുകൾ പതിപ്പിക്കും. മുൻവാതിലിന് സമീപം, ബസിന്റെ മധ്യഭാഗം, പിൻവാതിലിന് സമീപം എന്നിങ്ങനെ 3 സ്ഥലങ്ങളാണ് നോട്ടീസ് പതിപ്പിക്കുക. പാട്ടുകളും വീഡിയോകളും കേൾക്കാൻ ഇയർഫോൺ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ദീർഘദൂര യാത്രകളിലും തിരക്കേറിയ സമയങ്ങളിലും ഫോൺ സ്പീക്കറിൽ സംസാരിക്കുന്നതും വീഡിയോ കാണുന്നതും മറ്റു യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സ്പീക്കർ ഉപയോഗിച്ച് ശല്യമുണ്ടാക്കുന്ന യാത്രക്കാരോട് ശബ്ദം കുറയ്ക്കാനോ ഫോൺ ഓഫ് ചെയ്യാനോ ആവശ്യപ്പെടാൻ ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾസ് റെഗുലേഷൻസ് 2017 റൂൾ 510, തമിഴ്നാട് മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 1989 റൂൾ 228 എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ചെന്നൈ മെട്രോ റെയിലിലും പൊതുസ്ഥലങ്ങളിൽ സ്പീക്കർ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി 2500 രൂപ വരെ പിഴ ഈടാക്കുന്ന നടപടി അടുത്തിടെ ആരംഭിച്ചിരുന്നു. സംസ്ഥാനത്തെ 20,000-ഓളം വരുന്ന സർക്കാർ ബസ്സുകളിൽ പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പാക്കാൻ സർക്കാർ ഉത്തരവിട്ടു. ഇതിന്റെ ഭാഗമായിട്ടാണ് ബസ്സുകളിൽ 3 മുന്നറിയിപ്പ് സ്റ്റിക്കറുകൾ അടക്കം സ്ഥാപിക്കുമെന്നും അതുപോലെ തന്നെ സഹയാത്രികരെ ബഹുമാനിക്കണമെന്നും ശാന്തമായ അന്തരീക്ഷം സുരക്ഷിത യാത്രയ്ക്ക് അനിവാര്യമാണെന്ന സന്ദേശവും ഈ സ്റ്റിക്കറിൽ ഉണ്ടാകും. ബസ്സിൽ ഉറക്കെ പാട്ട് വയ്ക്കുന്നതിനും വിലക്കുണ്ട്. ബസ് ജീവനക്കാർ ഡ്യൂട്ടി സമയത്ത് ഈ മാർഗനിർദ്ദേശങ്ങൾ യാത്രക്കാർക്ക് വിശദീകരിച്ച് നൽകണമെന്നും മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ ഉടനടി ഇടപെടണമെന്നും ഗതാഗത സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. നിരവധി യാത്രക്കാരാണ് സർക്കാരിന്റെ പുതിയ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. യാത്രക്കിടെ ആളുകൾ മൊബൈൽ ഫോണിൽ ദീർഘനേരം ഉച്ചത്തിൽ സംസാരിക്കുന്നതും പാട്ടുകൾ ഉറക്കെ വെക്കുമ്പോഴും കേട്ടിരിക്കുകയല്ലാതെ മറ്റു വഴിയില്ലാതാകുന്നു. തിരക്കുള്ള യാത്രകളിൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. സർക്കാരിന്റെ ഈ തീരുമാനം സ്വാഗതാർഹമാണെന്നാണ് യാത്രക്കാരുടെ പ്രതികരണം. ഏതായാലും നല്ലൊരു പദ്ധതി തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ അറിയാം, പലരും യാത്ര ചെയ്യുന്നവർക്കറിയാം, പല യാത്രക്കാരുടെയും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം പല യാത്രക്കാർക്കും അത് വളരെ അസഹനീയമാണ്. അവരുടെ യാത്രകൾ യാതൊരു തരത്തിലുള്ള സിവിക് സെൻസും പാലിക്കാതെ ഒരു പൊതു ഇടങ്ങളിലോ പ്രത്യേകിച്ച് ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ള യാത്രക്കാർക്കോ തന്റെ അപ്പുറത്തിരിക്കുന്നവർക്കോ കൂടെയിരിക്കുന്നവർക്കോ ശല്യമാകുമെന്ന് കരുതാതെ വളരെ ഉറക്കത്തിൽ റീൽസുകളും അതുപോലെ തന്നെ യൂട്യൂബിലെ വീഡിയോസും സിനിമകളും കാണുന്നവർ ധാരാളമാണ്. പലരും ഇതിനെതിരെ റിയാക്ട് ചെയ്താലും കുറച്ചു നേരം അത് ഓഫ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ശബ്ദം കുറയ്ക്കുകയോ ചെയ്തിട്ട് വീണ്ടും പഴയപടി തന്നെ ആകുന്നുണ്ട്. അപ്പോൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഇത് കേട്ട് എങ്ങനെയും തനിക്ക് എത്താനുള്ള സ്റ്റോപ്പ് വരെ ഇത് സഹിച്ചിരിക്കുക മാത്രമേ ഉള്ളൂ എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഏതായാലും കർശനമായി തന്നെ ഈ ഒരു ഇത്തരത്തിലുള്ള അസഹനീയമായിട്ടുള്ള പലരുടെയും പ്രവർത്തികൾക്കെതിരെ നിയമം കൊണ്ടുവന്നതിനോട് പൂർണ്ണമായി തന്നെ യോജിക്കുന്നു. അതേസമയം തന്നെ ഇത് മാത്രമല്ല വിജയ് സർക്കാർ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ. ഉച്ചഭക്ഷണ പദ്ധതിയിലൂടെ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 1 ദിവസം ചിക്കൻ ബിരിയാണി വിളമ്പാൻ ഒരുങ്ങി തമിഴ്നാട് സർക്കാർ. ഓഗസ്റ്റ് 5-നാണ് സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലാണ് നിർദ്ദേശം വന്നതെന്നാണ് റിപ്പോർട്ട്. അധ്യാപക സംഘടനാ പ്രതിനിധികളുമായി വിദ്യാഭ്യാസ മന്ത്രി A. രാജ്മോഹൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗുണനിലവാരം കൂടിയ അരി പാചകത്തിനായി ഉപയോഗിക്കണമെന്നും ആഴ്ചയിൽ 1 ദിവസം ചിക്കൻ ബിരിയാണി നൽകാനും കൂടുതൽ പോഷകപ്രദമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനും അധ്യാപക സംഘടനാ പ്രതിനിധികൾ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. സ്കൂളിലെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കും നൽകണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു. നിലവിൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പ്രഭാത ഭക്ഷണം നൽകുന്നത്. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണവും നൽകുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിലേക്ക് പാറക്കല്ലുകൾ, എംസാൻഡ്, മെറ്റൽ തുടങ്ങിയ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനും തമിഴ്നാട് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസം മുതൽ 3 മാസത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. വിലക്ക് പ്രാബല്യത്തിൽ വന്നതോടെ ദേശീയപാത നിർമ്മാണം, വിഴിഞ്ഞ വികസനം തുടങ്ങി നിരവധി പദ്ധതികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. തമിഴ്നാട്ടിൽ നിന്നുള്ള എംസാൻഡിനെ ആശ്രയിക്കുന്ന കേരളം, കർണാടക തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളെ
വിലക്ക് കാര്യമായി ബാധിക്കും. ഖനന വകുപ്പ് മന്ത്രിയും ജിയോളജി ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി വിജയ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. അതിർത്തി ജില്ലകളിലെ കളക്ടർമാരോട് പോലീസ് ഉദ്യോഗസ്ഥരോട് ജാഗ്രത പുലർത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർക്കും കർശന നിർദ്ദേശം നൽകി. വിലക്ക് ലംഘിക്കുന്നവർക്കെതിരെ തമിഴ്നാട് പ്രിവെൻഷൻ ഓഫ് ഇൻലീഗൽ മൈനിംഗ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് മിനറൽസ് ഡീലേഴ്സ് നിയമപ്രകാരം കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകി. തമിഴ്നാട്ടിൽ ത്വരിതവേഗത്തിൽ നഗരവൽക്കരണവും അടിസ്ഥാന വികസനവും നടക്കുന്നുണ്ടെന്നും ഇത് പാറക്കല്ലുകൾ, മറ്റ് നിർമ്മാണ വസ്തുക്കളുടെ ഉയർന്ന ആവശ്യകതയ്ക്ക് കാരണമാകുന്നുണ്ടെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ വലിയ മാറ്റങ്ങളാണ് വിജയ് സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വരുന്നത്. ഏതായാലും ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ബസ്സിലെ അടക്കം ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള ഈ ഒരു ഉച്ചത്തിൽ പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും മറ്റുള്ള സിനിമകൾ കാണുകയോ മറ്റു ചെയ്യുന്നതിനെതിരെ കർശനമായി തന്നെ ഈ ഒരു കൊണ്ടുവന്നിട്ടുള്ള നിയമം അത് വലിയ രീതിയിൽ തന്നെയാണ് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ ബിരിയാണി അടക്കം നൽകാനുള്ള പദ്ധതികളാണ് തമിഴ്നാട് സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്.